നമസ്കാരം, അമൃതാണ്. ശരിക്കും ഒരു തിയേറ്റർ ബ്ലാസ്റ്റ് തന്നെയായിരുന്നു. ഈ സിനിമ ഇത്രയും ഗംഭീരമാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിന് കാരണം അർജുൻ എന്ന ആക്ടർ തന്നെയാണ്. എൻ്റെയൊക്കെ ഒരു നല്ലൊരു ഏജിൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്, അതായത് ശരിക്കുള്ള റിയൽ ആക്ഷൻ, വെറുതെ ഈ തട്ടിക്കൂട്ട് മറ്റേ റോപ്പിൽ കറങ്ങുന്ന പരിപാടിയൊന്നുമല്ല. ഇത് നല്ല പക്ക കരാട്ടെ. അത് അദ്ദേഹം ബ്ലാക്ക് ബെൽറ്റ് കണ്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി സ്ട്രിങ്ങൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താൽ പോലും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഭയങ്കരമായിരിക്കും. ആ ഓരോ കിക്കായിരുന്നാലും പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ബ്യൂട്ടിയാണ്. അപ്പോൾ ഇദ്ദേഹം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ സൈഡ് റോൾസ് അല്ലെങ്കിൽ വില്ലൻ ഇങ്ങനെയൊക്കെ കുറേ ക്യാരക്ടേഴ്സായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു ആക്ടറെ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറ്റുന്ന, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കുന്നതായിട്ടുള്ള നല്ല ക്യാരക്ടേഴ്സ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇത്രയും ഏജ്ഡായിട്ടും അവർക്ക് ഇപ്പോഴും ആ ഒരു ലീഡ് റോള് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു നായക പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് കിട്ടണം എന്നൊക്കെ ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര തിരിച്ചുവരവ്. അതുപോലെ ഇതിനകത്ത് അഭിരാമി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിയൊക്കെ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സർവമായില ആക്ട്രസ് ഉണ്ടല്ലോ, അവരുടെ പേരെന്ത്, സുഭാഷ് കെ രാജാണ് റൈറ്ററും ഡയറക്ടറും. ആ ഒരു പെർഫെക്ഷൻ, ആ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ്റെ ഒരു പെർഫെക്ഷൻ, അതൊരു ഭയങ്കര സംഭവമാണ്. അതായത് ആ ഒരു സാധനം കൺസീവ് ചെയ്ത സ്റ്റോറി ആയിരുന്നാലും ആ ഒരു എൻറ്റയർ കോണ്ടൻറ്റ് കൺസീവ് ചെയ്ത ആൾ തന്നെ സിനിമ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് സാധനമാണ്. കാരണം അവിടെ കുറേ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്തായാലും ഈ രണ്ട് സാധനങ്ങളും ഒരാൾ തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിനിമയുടെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. സോ സുഭാഷ് കെ രാജാണ് ഇതിൻ്റെ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ. പ്രീതി മുകുന്ദൻ, ഗംഭീര ഫൈറ്റ്. പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്നു അത്യാവശ്യം കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനി ഈ ഒരു മൂവിക്ക് വേണ്ടി വർക്ക് ചെയ്തതാണോ, സ്പെഷ്യലായിട്ട് ട്രെയിനിങ് എടുത്തതാണോ എന്നറിയത്തില്ല. എന്നാലും നല്ല പെർഫെക്ഷൻ. ഓരോരോ ആക്ഷൻ സീക്വൻസുകൾ, പൊതുവേ നമ്മൾ ഈ ലേഡീസൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ട്രിങ്ങിലൊക്കെ ഉള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ അറിയാം ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. പക്ഷേ പുള്ളിക്കാരത്തി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. മേ ബി ട്രെയിനിങ് എടുത്തതാണെന്നുണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ട് ഒരു 5 months അല്ലെങ്കിൽ 6 months പക്ക ട്രെയിനിങ് എടുത്തിട്ടുണ്ടാവണം. അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഓരോ ഫൈറ്റിലും ഓരോരോ ആക്ഷൻ സീക്വൻസുകളിലും അത് നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സാധനമാണ് സിനിമേനെ ഒത്തിരി അങ്ങ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ ലൈഫ് ഒരു സൈഡിൽ കൂടെ പോകുന്നു, ഈ ഒരു വില്ലൻ ഗ്യാങ്ങും അവരുടെ പരിപാടികളും എല്ലാം കൂടെ ഇങ്ങനെ ഒരു പാരലൽ ലൈൻ പോലെ പോയിട്ട് ഒരു ഇൻ്റർവെല്ലിനൊക്കെ മുമ്പെയാണ്, ആ ഇൻ്റർവെൽ പഞ്ചിന് മുന്നേ ആയിട്ടാണ് ഇവർ യാദൃശ്യമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് പിന്നീടാണ് ഈ സിനിമയുടെ ആ ഒരു കോറിലോട്ട് പോകുന്നത്. അങ്ങനെ ഹൈലൈറ്റഡ് അല്ലാത്ത കുറേ കഥാപാത്രങ്ങൾ വന്നു പോയ അവർക്ക് പോലും ഈ സിനിമയ്ക്കകത്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കഥയുടെ ഡെവലപ്മെൻറ്റിന് അവർക്കൊരു വലിയ റോളുണ്ടെന്നുള്ളത് നമുക്ക് അവസാനം മനസ്സിലാവും. പിന്നെ സിനിമയെ നല്ല ലിഫ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ രവി ബാസ്രൂറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പവർ പാക്ക് മ്യൂസിക് സ്കോറിലുണ്ട്. എങ്കിലും ഒരു സിഗ്നേച്ചർ സാധനം, ഇപ്പോൾ നമ്മൾ KGF കണ്ട പോലുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റഫൊന്നും പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ വരുന്നില്ല. അത് സലാർ അങ്ങോട്ടുള്ള പല സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രവി ബാസ്രൂറിൻ്റേതായിട്ടുള്ളൊരു പാട്ടുകളൊക്കെ നല്ലതായിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു സ്കോറിങ്ങിലുള്ളൊരു സാധനം മിസ്സിങ് ആവുന്നുണ്ട്. പുള്ളി ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സാധനത്തിൽ നിന്ന് വിട്ട് പുതിയ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് പുള്ളിയെ കൊണ്ട് കഴിയുന്നില്ല. എവിടെയൊക്കെയോ നമുക്ക് ആ ഒരു പഴയ സാധനങ്ങളുടെയൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഒരു പ്രത്യേകതയാണോ എന്തോ, അല്ലെങ്കിൽ അദ്ദേഹം യൂസ് ചെയ്യുന്ന പെർക്കഷൻ്റെ ഒരു സംഭവമാണോ എന്നറിയത്തില്ല. എല്ലാത്തിനും ഒരു സിമിലാരിറ്റി, അത് ചെയ്യുന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു സിമിലർ പാറ്റേൺ ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാനത് നെഗറ്റീവായിട്ട് പറയാറില്ല. ഇപ്പോൾ മാർക്കോലൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്തു. പക്ഷേ കാട്ടാളനിൽ വന്നപ്പോഴത്തേക്ക് അത്രയ്ക്കൊരു സാധനം കിട്ടിയില്ല. എങ്കിലും ആ സീൻ എലിവേഷനൊക്കെ പുള്ളി കുറച്ച് DB ഒക്കെ കൂട്ടിയെങ്കിലും അത് ആ ഒരു തിയേറ്റർ പീക്ക് അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ സിനിമയ്ക്കകത്തും അങ്ങനെ തിയേറ്റർ ഹൈസ് വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും അതൊക്കെ വളരെ ഡിഫറൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊട്ടും പ്രതീക്ഷിക്കത്തില്ല ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കി എടുക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിനകത്തുള്ള ലേഡി കഥാപാത്രങ്ങൾ, അഭിരാമി ആയിരുന്നാലും ഈ പറഞ്ഞ ഞാൻ പേരെപ്പോഴും മറന്നു, മുകുന്ദൻ, പുള്ളിക്കാരത്തി ആയിരുന്നാലും ഗംഭീര പെർഫോമൻസാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷെഡൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഫാമിലി മൂവി എന്ന് നമുക്കിതിനെ പറയാം. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെ എന്തെങ്കിലും ഒരു സെൽഫ് ഡിഫെൻസ്, കരാട്ടയോ അല്ലെങ്കിൽ കുംഫു അങ്ങനെയുള്ള എന്തെങ്കിലും, കളരി ആയിരുന്നാലും അങ്ങനെ എന്തെങ്കിലും ഒരു സെൽഫ് ഡിഫെൻസ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പ്രത്യേകിച്ച്
പെൺകുട്ടികൾ. ആ ഒരു ആവശ്യകത ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ അടിവരയിട്ട് പറയുന്നുണ്ട്. കാരണം ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ ഇപ്പോൾ ഗേൾസൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുവിധമുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് അവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിയർലെസ് ആയിട്ട് പല സന്ദർഭങ്ങളിലും അവർക്ക് ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞേക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡയറക്ടർക്കൊരു ബിഗ് താങ്ക്സ്. കാരണം അർജുൻ എന്ന ആക്ടറിന് ഇത്തരത്തിലൊരു ക്യാരക്ടറായിട്ട് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും അതിൽ വളരെ ഹാപ്പി ആയിരുന്നു. ഓരോരോ മൊമെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് രംഗങ്ങളൊക്കെ ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒത്തിരി ബ്ലഡ് ഷെഡൊക്കെ ഉണ്ടെങ്കിലും ഫാമിലിയായിട്ട് പോയി കാണത്തക്ക ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.